നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ ആധുനിക ആവർത്തന പട്ടികയിൽ വരുന്ന 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ്. പി ബ്ലോക്കിലെ ലാസ്റ്റ് എത്രയാ 13 മുതൽ ഗ്രൂപ്പ് 13 മുതൽ 18ാം ഗ്രൂപ്പ് വരെ വരുന്നതാണ് ഏത് പി ബ്ലോക്ക് ഇലമെന്റ്സ് എന്ന് പറയുന്നത്, പി ബ്ലോക്ക് മൂലകങ്ങൾ. അതിൽ പി ബ്ലോക്കിലെ ലാസ്റ്റ് ആണ് 18ാം ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഓർഗാനസോൺ. ഓക്കെ, ഒന്നോടെ നോക്കാം. ഏതൊക്കെയാണ് 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഓർഗാനസോൺ. ഓർഗാനസോൺ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേകതയുണ്ടല്ലോ. എന്താണ്? ആധുനിക ആവർത്തന പട്ടികയിലെ ഏറ്റവും അവസാനത്തെ ഇലമെന്റ് ആണ് ഓർഗാനസോൺ എന്ന് പറയുന്നത്, അല്ലെ? 118ാമത്തെ ഇലമെന്റ് ആണ് ഓർഗാനസോൺ. അപ്പൊ ഓർഗാനസോണിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആധുനിക ആവർത്തന പട്ടികയിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് 118ാമത്തെ മൂലകം. ആ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ആധുനിക ആവർത്തന പട്ടികയിലെ ഏറ്റവും അവസാനത്തെ ഇലമെന്റ് ഏതാണ്, അല്ലെങ്കിൽ 118ാമത്തെ മൂലകം ഏതാണെന്ന രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഓർഗാനസോൺ. പ്രതീകമാണ് OG. ഓക്കെ, ഇനി നമുക്ക് ഈ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ നോക്കാം. ഏതൊക്കെയാണ്? അലസവാതകങ്ങൾ. എന്താണ്? അലസവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ, കുലീനവാതകങ്ങൾ, നിഷ്ക്രിയവാതകങ്ങൾ എന്നെല്ലാം അറിയപ്പെടുന്ന മൂലകങ്ങളാണ് ഇത് 18ാം ഗ്രൂപ്പിലുള്ളത്. അപ്പൊ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? അലസവാതകങ്ങൾ. അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ്, അല്ലെ? ഉത്കൃഷ്ടവാതകങ്ങൾ, കുലീനവാതകങ്ങൾ, നിഷ്ക്രിയവാതകങ്ങൾ എന്നെല്ലാം അറിയപ്പെടുന്ന മൂലകങ്ങളുള്ള ഗ്രൂപ്പാണ് ഇത് 18ാം ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ 2 പോയിന്റ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ 18ാം ഗ്രൂപ്പ് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അലസവാതകങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ട്. അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് എത്രാം ഗ്രൂപ്പാണ്? 18ാം ഗ്രൂപ്പ്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ അലസവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ, കുലീനവാതകങ്ങൾ, നിഷ്ക്രിയവാതകങ്ങൾ എന്നെല്ലാം അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നോക്കാം. നമുക്ക് മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാത്തത് കൊണ്ട് ഉത്കൃഷ്ടവാതകങ്ങൾ, അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാത്തത് കൊണ്ട് ഉത്കൃഷ്ടവാതകങ്ങൾ, അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നറിയപ്പെടുന്നു. ഇനി വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉത്കൃഷ്ടവാതകങ്ങൾ കാണപ്പെടുന്നത് കൊണ്ട് ഇവയെ അപൂർവവാതകങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ വളരെ കുറഞ്ഞ അളവിൽ ഉത്കൃഷ്ടവാതകങ്ങളെ കാണപ്പെടുന്നതുകൊണ്ട് ഉത്കൃഷ്ടവാതകങ്ങളെ എന്താണ്? അപൂർവവാതകങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ 18ാം ഗ്രൂപ്പിൽ ഒത്തിരി വേറെ പേരുകളുണ്ട്, അല്ലേ? അപ്പൊ ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അത് ഏത് രീതിയിൽ ചോദിച്ചാലും നമ്മൾ ആൻസർ എഴുതാൻ പാകത്തിന് പഠിച്ചിരിക്കുക. ഇതിന്റെ മറ്റു പേര് തന്നിട്ട് നമ്മൾ അത് ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നതെന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കാലാവസ്ഥ ബലൂണിൽ നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. കാലാവസ്ഥ ബലൂണിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. എന്തുകൊണ്ടാണ്? ഹീലിയത്തിന് സാന്ദ്രത കുറവാണ്. എന്താണ്? ഹീലിയത്തിന് സാന്ദ്രത കുറവായതുകൊണ്ട് കാലാവസ്ഥ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. ഓക്കെ, ഇനി ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് നിയോൺ. അപ്പോൾ ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? നിയോൺ. പ്രതീകം ഏതാണ്? Ne ആണ്. നിയോണിന്റെ പ്രതീകം Ne. ഓക്കെ, വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി നിറയ്ക്കുന്ന വാതകമാണ് ആർഗൺ. വൈദ്യുത
ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് നിറയ്ക്കുന്ന വാതകം ഏതാണ്? ആർഗൺ ആണ്. ആർഗണിന്റെ പ്രതീകം എന്താണ്? Ar. അപ്പൊ നമ്മൾ ഓരോ ഇലമെന്റ് പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അതിന്റെ പ്രതീകങ്ങളും കൂടി പഠിക്കുക. പിന്നെ അറ്റോമിക് നമ്പറും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ആർഗൺ Ar. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു ഉത്കൃഷ്ടവാതകമാണ് റെഡോൺ. Rn. എന്താണ് പ്രതീകം? Rn ആണ്. ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ, R സ്മോൾ ലെറ്റർ N. Rn ആണ് റെഡോൺ. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു ഉത്കൃഷ്ടവാതകമാണ് റെഡോൺ. അതുകൂടാതെ ഒരു പ്രത്യേകതയോടെ റെഡോണിന് പറയാം, ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? റെഡോൺ. അപ്പൊ റെഡോണിന്റെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ്, പിന്നെ ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? റെഡോൺ ആണ്. Rn. ഓക്കെ, ഇത് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ടവാതകം, അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? റെഡോൺ. Rn ആണ്. ഇനി നമുക്ക് ഓർഗാനസോൺ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് ഓർഗാനസോൺ? പ്രതീകം OG ആണ്. ആധുനിക ആവർത്തന പട്ടികയിലെ ഏറ്റവും അവസാനത്തെ, അതായത് 118ാമത്തെ ഇലമെന്റ് ആണ് ഏത്? ഓർഗാനസോൺ എന്ന് പറയുന്നത് അല്ലെ. ഓർഗാനസോൺ പ്രതീകം OG ആണ്. എത്രാമത്തെയാണ്? അറ്റോമിക് നമ്പർ എത്രയാണ്? 118. അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 294 ഗ്രാം ആണ് വെയിറ്റ്. 294, 294 ഗ്രാം വെയിറ്റ് ഉണ്ട്. പിന്നെ നമുക്കൊന്ന് നോക്കാം, ലാസ്റ്റ് എലിമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ആ ഇലക്ട്രോണിക് വിന്യാസം കൂടി ഒന്ന് നോക്കാം. ഇലക്ട്രോണിക് നമ്മൾ നേരത്തെ കെമിസ്ട്രിയുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇത് കൂടിയത് അറ്റോമിക് നമ്പർ കൂടിയ മൂലകങ്ങളുടെ പ്രതീകം നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് വിന്യാസം എഴുതുമ്പോൾ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള മൂലകത്തിന്റെ പ്രതീകം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതണം അല്ലെ. തൊട്ടടുത്തുള്ള മൂലകത്തിന്റെ പ്രതീകം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. R എന്ന് പറഞ്ഞത് അത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. ബാക്കി വരുന്ന എന്താണ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോന്നും ഫില്ല് ചെയ്ത് എഴുതുക. അങ്ങനെയാണ് നമ്മൾ ഈ ആവർത്തന പട്ടികയിൽ നമ്മൾ ഇലക്ട്രോണിക് വിന്യാസം കൂടിയ ആറ്റോമിക് നമ്പർ കൂടിയ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. അപ്പൊ Rn എന്നുള്ളത് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി, റെഡോൺ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി. ശേഷം എന്ത് എഴുതണം? 5F14, 6D10, 7S2, 7P6. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് എലമെന്റ് ആയതുകൊണ്ട് എങ്ങാനും ചിലപ്പോൾ ഇലക്ട്രോണിക് വിന്യാസം കൂടി ചോദിക്കുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അതും കൂടി അതിന്റെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിന്റെ അർത്ഥായുസ് എന്ന് പറയുന്നത് 0.7 മില്ലി സെക്കൻഡ് ആണ് അർത്ഥായുസ്. ഓർഗാനസോണിന്റെ അർത്ഥായുസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.7 മില്ലി സെക്കൻഡ് മാത്രമാണ് അർത്ഥായുസ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. റെഡോൺ ഒഴികെയുള്ള മറ്റെല്ലാ മൂലകങ്ങളും ഉത്കൃഷ്ടവാതകങ്ങളും എന്താണ്? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നുണ്ട്. റെഡോൺ ഒഴികെയുള്ള മറ്റെല്ലാ ഉത്കൃഷ്ടവാതകങ്ങളും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നവയാണ്. ഹീലിയം, നിയോൺ എന്നിവ റേഡിയോ ആക്റ്റീവതയുള്ള ധാതുക്കളിൽ കാണപ്പെടുന്നു. അപ്പോൾ റേഡിയോ ആക്റ്റീവതയുള്ള ധാതുക്കളിൽ കാണപ്പെടുന്ന ഉത്കൃഷ്ടവാതകങ്ങൾ ഏതൊക്കെയാണ്? ഹീലിയവും നിയോണും. ഹീലിയം, നിയോൺ രണ്ടും നോക്കുക. HEയും NEയും പ്രതീകങ്ങൾ. ഹീലിയം, നിയോൺ എന്നിവ റേഡിയോ ആക്റ്റീവതയുള്ള ധാതുക്കളിൽ കാണപ്പെടുന്നു. ഹീലിയത്തിന്റെ പ്രധാന വ്യാവസായിക സ്രോതസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഹീലിയം പ്രധാനമായിട്ടുള്ള പ്രകൃതി വാതകത്തിലാണ് ഹീലിയത്തിന്റെ പ്രധാന വ്യാവസായിക സ്രോതസ്. ഇനി ഏറ്റവും ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ഉത്കൃഷ്ടവാതകങ്ങൾ ഏതൊക്കെയാണ്? നോക്കാം. സിനോണും റെഡോണുമാണ് ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ഉത്കൃഷ്ടവാതകങ്ങൾ. പ്രത്യേകം XEയും Rnഉം. അപ്പോൾ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ഉത്കൃഷ്ടവാതകങ്ങൾ ഏതൊക്കെയാണ്? സിനോണും റെഡോണും. ഓക്കെ, ഇനി റേഡിയം 226 റേഡിയോ ആക്റ്റീവ് അപചയം സംഭവിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് റെഡോൺ എന്ന് പറയുന്നത്. നോക്കുക, റേഡിയം Ra226 അല്ലേ, അതെന്നാണ് റെഡോൺ എന്നുള്ള പേര് വന്നത് തന്നെ. നോക്കുക, റേഡിയം 226 റേഡിയോ ആക്റ്റീവ് അപചയം ലഭിക്കുന്ന
ഉൽപ്പന്നമാണ് റെഡോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രധാന പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാം. അതിന്റെ ഓർഗാനോസോൺ എന്ന് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ വെയിറ്റും പിന്നെ പ്രതീകവും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഒക്കെ നമ്മൾ അത് എഴുതി അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിന്റെ എല്ലാ ഗ്രൂപ്പും നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ അതിന്റെ പ്രധാന ഗ്രൂപ്പിന് മാത്രം വരുന്ന പ്രധാന സവിശേഷതകളും കൂടി നമ്മൾ നോക്കി പഠിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ഉത്കൃഷ്ട വാതകങ്ങളും ഏകാറ്റോമികമാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്താണ്? എല്ലാ ഉത്കൃഷ്ടവാതകങ്ങളും എങ്ങനെയാണ്? ഏകാറ്റോമികമാണ്. എല്ലാ ഉത്കൃഷ്ടവാതകങ്ങളും ഏകാറ്റോമികമാണ്. ഇവ ജലത്തിൽ അല്പം മാത്രമേ ലയിക്കുന്നുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പ്രധാന സവിശേഷതയാണ് ജലത്തില് കുറച്ച് മാത്രം അല്പം മാത്രമേ ലയിക്കുന്നുള്ളൂ. പിന്നെ ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്. നിറം, മണം, രുചി എന്നിവ ഇല്ല. അതാണ് പ്രത്യേകത. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഒരു പ്രധാന സവിശേഷതയാണ് നിറം, കളറോ അല്ലെങ്കിൽ സ്മെല്ലോ ടേസ്റ്റോ ഒന്നുമില്ല. നിറം, മണം, രുചി എന്നിവ ഇല്ല. ദ്രവനില, തിളനില എന്നിവ കുറവാണ്. ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ദ്രവനില, തിളനില എന്നിവ എങ്ങനെയാണ്? കുറവായിരിക്കും. ഇനി ഹീലിയത്തിന്റെ തിളനില എന്ന് പറയുന്നത് എത്രയാണ്? 4.2 K ആണ്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹീലിയത്തിന്റെ തിളനില എത്രയാണ്? 4.2 K ആണ്. ഇനി നമ്മൾ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവർക്ക് ക്രിയാശീലത കുറവായിരിക്കും. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രൂപ്പാണ് 18ാം ഗ്രൂപ്പ്. അപ്പം ഇങ്ങനെ ഈ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് ഇവയ്ക്ക് ക്രിയാശീലത കുറവായിരിക്കും. പിന്നെ നെക്സ്റ്റ് നമുക്കൊരു പോയിന്റ് നോക്കാം. അതായത് റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് തുടങ്ങി പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന സാധാരണ വസ്തുക്കളിലൂടെ വ്യാപനം ചെയ്യുന്ന ഒരു അസാധാരണമായ സ്വഭാവം ഇവയ്ക്കുണ്ട്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് എന്ത്? ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് തുടങ്ങിയവയൊക്കെ പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന സാധാരണ വസ്തുക്കളിലൂടെ എന്ത് ചെയ്യുന്നു? പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന സാധാരണ വസ്തുക്കളിലൂടെ വ്യാപനം ചെയ്യുന്ന ഒരു അസാധാരണമായ സ്വഭാവം ഇതിനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാന സവിശേഷതകൾ എന്തൊക്കെ പറയാം? 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ എല്ലാ ഉത്കൃഷ്ടവാതകങ്ങളും എങ്ങനെയാണ്? ഏകാറ്റോമികമാണ്. ജലത്തിൽ അല്പം മാത്രം ലയിക്കുന്നുള്ളൂ. ഇവയ്ക്ക് നിറം, മണം, രുചി എന്നിവ ഇല്ല. ദ്രവനില, തിളനില എന്നിവ കുറവാണ്. ക്രിയാശീലത കുറവാണ്. ഇതൊക്കെയാണ് 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. അത് പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ്. ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 13 മുതൽ 18 വരെ വരുന്നതാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ, പി ബ്ലോക്ക് ഇലമെന്റ്സ്. അതിൽ ലാസ്റ്റ് എലമെന്റ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഏതാണ്? 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. അവയുടെ പ്രധാന സവിശേഷതകൾ നമുക്ക് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഹീലിയം നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകമായ ഹീലിയത്തെ കുറിച്ച് പഠിക്കാം. ഹീലിയത്തിന്റെ പ്രതീകം എത്രയാണ്? He ആണ്. പ്രതീകം എന്ന് പറയുന്നത് He ആണ്. കാലാവസ്ഥ നിരീക്ഷണത്തിന് ആവശ്യമായ ബലൂണുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ഹീലിയം എന്ന് പറയുന്നത്. കാലാവസ്ഥ നിരീക്ഷണങ്ങൾക്ക് ആവശ്യമായ ബലൂണുകൾ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ഹീലിയം. ഇനി വാതക ശീതീകരണ അണു റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന വാതകവും ഹീലിയം തന്നെയാണ്. അപ്പോൾ ഹീലിയവുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കാലാവസ്ഥ നിരീക്ഷണത്തിന് ആവശ്യമായ ബലൂണുകൾ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ഹീലിയം. രണ്ടാമത്തെ പോയിന്റ് ആണ് വാതക ശീതീകരണ അണു റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന വാതകവും ഏത് തന്നെയാണ്? ഹീലിയം തന്നെയാണ്. നെക്സ്റ്റ്, ആധുനിക NMR സ്പൈറോമീറ്ററുകളിലും അതുപോലെ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് വ്യൂഹങ്ങളിലും ഉപയോഗിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഏതാണ്? ഹീലിയമാണ്. ഹീലിയം തന്നെയാണ്. ഇനി നെക്സ്റ്റ്, പ്രധാന ഭാഗമായ ശക്തിയേറിയ ചാലക കാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, ഇവിടെ ഇത് തന്നെ നമ്മൾ ഈ പോയിന്റ്സ് തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? ആധുനിക NMR സ്പൈറോമീറ്ററുകളിലും മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് വ്യൂഹങ്ങളിൽ ഉപയോഗിക്കുന്ന
അതിൻ്റെ തന്നെ പ്രധാന ഭാഗമായ ശക്തിയേറിയ ചാലക കാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, ആധുനിക NMR സ്പൈറോമീറ്ററുകളിലും മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് വ്യൂഹത്തിൻ്റെയും പ്രധാന ഭാഗമായ ശക്തിയേറിയ ചാലക കാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഏത് തന്നെയാണ്? ഹീലിയം തന്നെയാണ്. ഹീലിയം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആധുനിക മുങ്ങൽ ഉപകരണങ്ങളിൽ ഓക്സിജന്റെ ഗാഢത കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഹീലിയം തന്നെയാണ്. ആധുനിക മുങ്ങൽ ഉപകരണങ്ങളിൽ ഓക്സിജന്റെ ഗാഢത കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഹീലിയമാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ 18ാം ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട മൂലകമായ ഓർഗാനസോൺ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഹീലിയമാണ് പറഞ്ഞത്. ഹീലിയത്തിൻ്റെ ഹീലിയവുമായി ബന്ധപ്പെട്ട 3-4 പോയിന്റ്സ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, താഴ്ന്ന ഊഷ്മാവിൽ നടത്തുന്ന വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ ക്രിയോജനറ്റിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. താഴ്ന്ന ഊഷ്മാവിൽ നടത്തുന്ന വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ എന്തായിട്ട്? ക്രിയോജനറ്റിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, പരസ്യ പ്രദർശന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡിസ്ചാർജ് ട്യൂബുകളിലും ഫ്ലൂറസെന്റ് ബൾബുകളിലും ഉപയോഗിക്കുന്നത് നിയോൺ ആണ്. അപ്പോൾ ഈ നമ്മൾ 18ാം ഗ്രൂപ്പ് മൂലങ്ങൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഓർഗാനസോൺ. ഇതൊക്കെയാണ് 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. സെക്കൻഡ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? പരസ്യ പ്രദർശന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡിസ്ചാർജ് ട്യൂബുകളിലും അതുപോലെ ഫ്ലൂറസെന്റ് ബൾബുകളിലും ഉപയോഗിക്കുന്ന ഏതാണ്? നിയോൺ ആണ്. നിയോൺ. സസ്യാസ്വാദനങ്ങളിലും പിന്നെ ഹരിത ഗ്രഹങ്ങളിലും ഉപയോഗിക്കുന്ന വാതകം ഇതെല്ലാം വാതകങ്ങളാണ്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. അലസവാതകങ്ങൾ എന്നൊക്കെ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് ഈ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അതാണ് ഉദ്യാനങ്ങൾ. സസ്യങ്ങൾ നമ്മൾ എന്താണ് കൂടുതൽ വളർത്തുന്ന സസ്യ ഉദ്യാനങ്ങളിലും അതുപോലെ തന്നെ ഹരിത ഗ്രഹങ്ങളിലും ഉപയോഗിക്കുന്നത്. ഹരിതഗ്രഹം നമ്മളത് മറ്റേ ബയോളജിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹരിതഗ്രഹ പ്രഭാവമൊക്കെ നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഹരിതഗ്രഹങ്ങളിലും ഉപയോഗിക്കുന്നത് ഏത് മൂലകമാണ്? നിയോൺ ആണ്. നിയോൺ. ഓക്കെ, നിയോൺ ബൾബ്. ഓക്കെ, അതൊന്നും പറയാം. നിയോൺ ബൾബ് ആണ്. നെക്സ്റ്റ്, ലോഹങ്ങളുടെയും ലോഹസങ്കരങ്ങളുടെയും ആർക്ക് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വാതകമാണ് ആർഗൺ. ലോഹങ്ങളുടെയും ലോഹസങ്കരങ്ങളുടെയും ആർക്ക് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഏത്? ആർഗൺ എന്ന് പറയുന്നത്. ആർഗൺ. വായു സംവേദിയായ വസ്തുക്കളെ പരീക്ഷണശാലകളിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആർഗൺ ഉപയോഗിക്കുന്നു. അപ്പോൾ ആർഗണിൻ്റെ 2 ഉപയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് എന്താണ്? ലോഹങ്ങളുടെയും ലോഹസങ്കരങ്ങളുടെയും ആർക്ക് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ആർഗണാണ്. വായു സംവേദിയായ വസ്തുക്കളെ പരീക്ഷണശാലയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാതകവും ഏത് തന്നെയാണ്? ആർഗൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രധാന ഉപയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സവിശേഷതകൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ ആ പി ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. അതായത് 13 മുതൽ 18ാം ഗ്രൂപ്പ് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു കൺക്ലൂഷൻ എന്ന നിലയിൽ നമുക്ക് ഈ പി ബ്ലോക്ക് എലമെന്റ്സുകളുടെ ക്ലാസിഫിക്കേഷൻ നോക്കിയേ. ഈ പി ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെട്ട ലോഹ മൂലകങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ അലോഹ മൂലകങ്ങൾ ഏതൊക്കെയാണ്, ഉപലോഹങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ പി ബ്ലോക്ക് ഇലമെന്റ്സിൽ വരുന്ന ഏതാണ്? ലോഹങ്ങൾ, ലോഹമൂലകങ്ങൾ ഏതൊക്കെയാണ്, അലോഹ മൂലകങ്ങൾ, ഉപലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ പ്രതീകം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ മൂലകങ്ങളും പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പ്രതീകവും പഠിച്ചു പോകണം. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് പി ബ്ലോക്കിൽ ഉൾപ്പെട്ട ലോഹമൂലകങ്ങൾ ഏതൊക്കെയാണ്? അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം, SN സിലിക്കൺ, ലെഡ്, PB എന്ന് പറഞ്ഞതാണ് ലെഡ്,
FL ഫ്ലറേവിയം, ബിസ്മിത്ത്, മോസ്കോവിയം, ലിവർമോറിയം, ടെന്നിസൺ. ഇതൊക്കെ ഏതാണ്? 18ാം ഗ്രൂപ്പിൽ, അതായത് പി ബ്ലോക്കിൽ ഉൾപ്പെട്ട ലോഹമൂലകങ്ങളാണ്. ലോഹമൂലകങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് പി ബ്ലോക്കിൽ ഉൾപ്പെട്ട അലോഹ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി അലോഹങ്ങൾ ഏതൊക്കെയാണ്? ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഫോസ്ഫറസ്, നെക്സ്റ്റ് ക്ലോറിൻ, സൾഫർ, സെലീനിയം, ബ്രോമിൻ, അയഡിൻ. ഇതൊക്കെയാണ് ഏത്? 18ാം ഗ്രൂപ്പിൽ, അതായത് പി ബ്ലോക്കിൽ മൊത്തത്തിൽ, പി ബ്ലോക്ക് എലമെന്റ്സിന് മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പി ബ്ലോക്കിൽ ഉൾപ്പെട്ട അലോഹ മൂലകങ്ങൾ ഏതൊക്കെയാണ്? ബ്രോമിൻ, ബോറോൺ ആണ് ഫസ്റ്റ് വരുന്നത്. ബ്രോമിനുണ്ട്, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, ക്ലോറിൻ, സൾഫർ, സെലീനിയം, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, ഇതൊക്കെ ഏതാ? ഫ്ലൂറിൻ. ഇതൊക്കെ ഏതാണ്? പി ബ്ലോക്കിൽ ഉൾപ്പെട്ട അലോഹ മൂലകങ്ങളാണ്. നെക്സ്റ്റ് പി ബ്ലോക്കിൽ ഉൾപ്പെട്ട ഉപലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പി ബ്ലോക്കിൽ വരുന്ന ഉപലോഹങ്ങൾ നോക്കാം. സിലിക്കൺ, ജർമേനിയം, ആർസെനിക്, ടെലൂറിയം, ആന്റിമണി, പൊളോണിയം, അസ്റ്റാറ്റിൻ. ഇതൊക്കെ ഏതാണ്? പി ബ്ലോക്കിൽ വരുന്ന ഉപലോഹങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചോദിക്കാം, കുറച്ച് എലിമെന്റ്സ് തന്നിട്ട് അതിനകത്ത് പി ബ്ലോക്കിൽ വരുന്ന ഉപലോഹങ്ങൾ അല്ലെങ്കിൽ അലോഹ മൂലകങ്ങൾ, അല്ലെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ കുറച്ച് നമുക്ക് മൂലകങ്ങൾ തരും. അതിന് വേണമെങ്കിൽ നമ്മൾ അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രതീകം ആണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അത് വെച്ച് പഠിക്കാം. ഓക്കെ, ഇനി നമ്മളപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെലീനിയം, റെഡോൺ, ഓർഗാനസോൺ, അല്ലേ? സെനോൺ, ഓർഗാനസോൺ. ഇതൊക്കെയാണ് നമ്മൾ ഏത്? 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ, അല്ലേ? അപ്പോൾ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ പറഞ്ഞു, അതിൻ്റെ പ്രധാന സവിശേഷതകൾ നമ്മൾ പഠിച്ചു. പിന്നെ അതിനകത്ത് തന്നെ ഏതൊക്കെയാണ്? നമ്മൾ 2 എണ്ണം എടുത്തു പറഞ്ഞു. ഹീലിയവും പഠിച്ചു, പിന്നെ ഏതാണ്? ഓർഗാനസോണും ലാസ്റ്റ് എലമെന്റ് ആണെന്നുള്ള പ്രത്യേകതയുണ്ട്. ഓർഗാനസോൺ 118ാമത്തെ എലമെന്റ് ആണ്. അപ്പോൾ ഓർഗാനസോണും നമ്മൾ പ്രത്യേകം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ, 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഉപയോഗങ്ങളുമാണ് പഠിച്ചത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ലോഹമൂലകങ്ങൾ, അലോഹമൂലകങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ ഈ പി ബ്ലോക്കിലെ മൊത്തം എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ പി ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡി ബ്ലോക്ക് എലിമെന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.